Good morning, students. Today we will continue the chapter 6, reinforced cement concrete works. In the previous class we studied the ingredients of reinforced cement concrete. Now let us learn the important ingredient, cement. In 1824, Joseph Aspdin, a British stonemason, heated a mixture of finely grounded limestone and clay in his kitchen stove and ground the mixture into a powder which, when mixed with water, hardened to form a strong stone called cement. It is the small history of cement. Okay. So Joseph Aspdin is known as the founder of cement. It is in 1824. The main ingredients of cements are limestone, clay and gypsum. The main ingredients of cements are limestone, clay and gypsum. അതായത് റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റിലെ പ്രധാന ഘടകമാണ് സിമൻറ്റ് എന്ന് പറയുന്നത്. 1824 ജോസഫ് ആസ്പിഡിൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് മേസണാണ്, ഒരു മേസ്ത്രി ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ സിമൻറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് ലൈംസ്റ്റോണും ക്ലേയും നന്നായി ചെറുതായി പൊടിച്ചെടുത്ത് അയാളുടെ കിച്ചൺ സ്റ്റൗവിൽ വെച്ച് നന്നായി ഹീറ്റ് ചെയ്ത് അതിനെ പൊടിച്ചെടുത്തു. ശേഷം അത് വെള്ളവുമായി മിക്സ് ചെയ്തപ്പോൾ ഒരു സ്ട്രോങ് സ്റ്റോൺ രൂപപ്പെട്ടു. ആ പൗഡറിനെയാണ് സിമൻ്റ് എന്ന് വിളിച്ചത്. സിമൻറ്റിലെ പ്രധാന അസംസ്കൃത വസ്തുക്കളാണ് ലൈംസ്റ്റോൺ, ക്ലേ ആൻഡ് ജിപ്സം. ജിപ്സവും ലൈംസ്റ്റോണും ക്ലേയുമാണ് ഒരു സിമൻറ്റിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ്. അതേസമയം സിമൻറ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പലവിധ ഇൻഗ്രീഡിയൻസും അതിൽ ചേർക്കപ്പെടുന്നുണ്ട്. ഓക്കെ. ദ പ്രോസസ് ഓഫ് സിമൻറ്റ് മേക്കിംഗ് ഈസ് first by selecting the materials, mixing, grinding, burning and adding additives, pulverizing, weighing and packing. Next, manufacturing of cement. The figure shows the block diagram of cement manufacturing. Limestone, clay, blending, kiln, clinker store, cement mill. Cement is made by heating limestone with small quantities of other materials such as clay to 1450 degrees centigrade in a kiln. The process is known as calcination, whereby a molecule of carbon dioxide is liberated from the calcium carbonate to form calcium oxide or quicklime, which is then blended with the other materials that have been included in the mix. The resulting hard substance, that is called clinker, is then ground with a small amount of gypsum into a powder to make ordinary Portland cement, that is OPC. Okay. അതായത് സിമൻറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം
നമ്മുടെ റോ മെറ്റീരിയൽസിനെ സെലക്ട് ചെയ്യണം, പിന്നെ ആ റോ മെറ്റീരിയൽസ് എല്ലാം മിക്സ് ചെയ്യണം, പിന്നെ ഗ്രൈൻഡ് ചെയ്യണം, പിന്നീട് അതിനെ ചൂടാക്കണം, ശേഷം അഡിറ്റീവ് ചേർക്കണം, അതിനെ പൾവറൈസ് ചെയ്യണം, പിന്നീട് 50 കിലോഗ്രാം വീതം തൂക്കി പാക്ക് ചെയ്യണം. ഇത്രയും പ്രോസസ്സിലൂടെയാണ് സിമൻറ്റ് നിർമ്മാണം കടന്നു പോകുന്നത്. അതിൻ്റെ നിർമ്മാണ രീതി നമ്മളൊന്ന് പരിചയപ്പെടാം. ആദ്യം ലൈംസ്റ്റോണും അതുപോലെ തന്നെ ക്ലേ അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയലുകളെല്ലാം ആവശ്യമായ മെറ്റീരിയലും ചേർത്ത് ഒരു കില്ലിംഗ് എന്ന് പറയുന്ന അടുപ്പിൽ വെച്ച് 1450 ഡിഗ്രി വരെ എന്ത് ചെയ്യണം, അതിനെ ചൂടാക്കും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കാൽസിനേഷൻ എന്ന് പറയാം. കാൽസിനേഷൻ എന്നാണ് ആ പ്രോസസ്സിന് പറയുന്നത്. അതേസമയം ഈ കാൽസിനേഷൻ നടക്കുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് പുറത്തു പോവുകയും കാൽസ്യം ഓക്സൈഡ് അഥവാ ക്യുക്ക് ലൈം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതിനെ മറ്റു അസംസ്കൃത വസ്തുക്കൾ കൂടി കൂട്ടിച്ചേർത്ത് ലഭിക്കുന്ന പദാർത്ഥത്തെ ക്ലിങ്കർ എന്ന് പറയും. ഈ ക്ലിങ്കറിനെ നമ്മൾ അല്പം ജിപ്സം കൂടി കൂട്ടിച്ചേർത്ത് പൊടിച്ചെടുക്കുന്ന പൗഡറാണ് സിമൻറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ് അഥവാ OPC എന്ന് പറയും. ഇതാണ് സാധാരണയായി കൂടുതൽ ഉപയോഗിക്കുന്ന സിമൻറ്റ്. സിമൻറ്റിൻ്റെ നിർമ്മാണ വിതരണ കമ്പനികൾ അതിനെ 50 കിലോഗ്രാം പാക്കിലാണ് പാക്ക് ചെയ്യുന്നത്. സിമൻറ്റ് ഹൈലി ആൽക്കലൈൻ മെറ്റീരിയലുമാണ്. അതുപോലെ തന്നെ നന്നായി വെള്ളം ചേർക്കുമ്പോൾ നന്നായി ഹീറ്റ് പ്രൊഡ്യൂസും ചെയ്യുന്ന ഒരു പദാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പദാർത്ഥമാണ് സിമൻറ്റ്. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്ങും മാസ്കും എല്ലാം ഇത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ്, the various properties of cements. The various properties of cements. 1. Fineness. Fineness. Second one, setting. Third one, hardening. Compressive strength. Soundness. Consistency. Heat of hydration. And specific gravity. Once again, fineness, setting, hardening, compressive strength, soundness, consistency, heat of hydration, specific gravity. These are the important properties of cement. Okay, first one, fineness. It gives the idea about the grain size of cement. It should be less than 90 micron, അതായത് 90/1000 millimeter. It gives the idea about the grain size of cement. സിമൻറ്റിൻ്റെ ഗ്രെയിൻ സൈസിനെ കുറിച്ചുള്ളൊരു ഐഡിയ കിട്ടും. ഐഡിയ മനസ്സിലാക്കുന്നതിനാണ് ഫൈനസ് എന്ന് പറയുന്നത്. ഫൈനസ് എന്ന് പറയുന്നത് അതിൻ്റെ സിമൻറ്റിൻ്റെ തരികളുടെ സൈസ് എത്രയാണോ അത് 90 മൈക്രോണിനേക്കാളും കുറവായിരിക്കും. 90 മൈക്രോണിനേക്കാളും കുറവായിരിക്കും. അതായത് 90 ഹരിക്കണം 1000 എത്രയാണോ കിട്ടുന്നത് അത്രയും മില്ലിമീറ്റർ ആയിരിക്കും എന്ത് ഒരു സിമൻറ്റിൻ്റെ തരി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, സെറ്റിംഗ്. Cement forms a paste when mixed with the required quantities of water. It behaves like plastic in the initial stage and can be molded into any desired shape. Gradually, it loses its plasticity and acquires a solid state. അതായത് സിമൻറ്റ് വെള്ളം ചേർക്കുന്ന സമയത്ത് അതൊരു പ്ലാസ്റ്റിക് സ്റ്റേജിലായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് അത് ഹാർഡൻ ആവും. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡൻ ആവും. ഓക്കെ, സെറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രാജുവൽ അച്ചീവ്മെൻറ്റ് ഓഫ് ബൈൻഡിങ് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽസ്.
It is the transformation from plastic state to solid state. ആ സെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സിമെൻറ്റിൻ്റെ മറ്റ് മെറ്റീരിയലുമായിട്ടുള്ള ബൈൻഡിങ്, അതിൻ്റെ ബൈൻഡിങ് പ്രോപ്പർട്ടി അച്ചീവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ സാവധാനത്തിൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലേക്ക് രൂപാന്തരപ്പെടും. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, the time allowed for the cement to start setting. The time allowed for the cement to start setting. Initial setting time should not be less than 30 minutes. This time is allowed for the mixing, placing, compacting and finishing of the green concrete without losing the strength. സിമൻറ്റ് വെള്ളവുമായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റിംഗ് ആരംഭിക്കുന്ന വരെയുള്ള സമയമാണ് അതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ കോൺക്രീറ്റിൽ ആണെങ്കിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കോൺക്രീറ്റ് മോൾഡിലേക്ക് കൊണ്ടുപോയി നിരത്തേണ്ട സമയമാണത്. അതുപോലെ പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിനുള്ളിൽ തന്നെ പ്ലാസ്റ്ററിംഗ് ചെയ്ത് പൂർത്തീകരിക്കണം. നെക്സ്റ്റ്, ഫൈനൽ സെറ്റിംഗ് ടൈം. This is the time elapsed between the addition of water and the finally set concrete. അതായത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് കോൺക്രീറ്റ് സെറ്റാകുന്നവരെയുള്ള സമയം, അതായത് ഫൈനലായിട്ട് കോൺക്രീറ്റ് സെറ്റാകുന്നവരെയുള്ള സമയത്തിനെയാണ് ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അത് ദിവസങ്ങളോളം പിടിക്കും. ഓക്കെ. Next, hardening. Hardening is the ultimate gain of the designed strength in the required environmental condition. That is, hardening is a process of crystallization. അതായത് മാക്സിമം ഡിസൈൻഡ് സ്ട്രെങ്ത്തിലേക്ക് സിമൻറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് എത്തിച്ചേരുന്നതിനെയാണ് അതിൻ്റെ ഹാർഡനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, compressive strength. It is the capacity of concrete to resist compressive force. അതായത് കംപ്രസീവ് ഫോഴ്സിനെ എത്രമാത്രം റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ കോൺക്രീറ്റിനുണ്ടോ അല്ലെങ്കിൽ സിമെൻറ്റിനുണ്ടോ അതിനെയാണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് കംപ്രസ് എന്ന് ചെയ്യുന്നത് അമർത്താൻ അല്ലെങ്കിൽ പ്രസ് ചെയ്യാനുള്ള, പ്രസ് ചെയ്യുമ്പോൾ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സൗണ്ട്നെസ്. സൗണ്ട്നെസ് ഈസ് ദ എബിലിറ്റി ടു റീറ്റെയിൻ ഇറ്റ്സ് വോളിയം ആഫ്റ്റർ ഇറ്റ് ഗെറ്റ്സ് ഹാർഡൻഡ്. അതായത് സിമൻറ്റ് സെറ്റായി കഴിഞ്ഞിട്ടുള്ള വോളിയവും സിമൻറ്റിൻ്റെ വോളിയവും കാര്യമായ വ്യത്യാസമില്ല എങ്കിൽ അത് നല്ല സൗണ്ട് സിമൻറ്റ് എന്ന് പറയും. നെക്സ്റ്റ്, കൺസിസ്റ്റൻസി. ദാറ്റ് ഈസ് ദ പേഴ്സൻറ്റേജ് ഓഫ് വാട്ടർ റിക്വയർമെൻറ്റ്. അതായത് സിമൻറ്റ് പേസ്റ്റായി മാറാൻ ആവശ്യമായ വെള്ളത്തിൻ്റെ ശതമാനം. ഓക്കെ. നെക്സ്റ്റ്, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. Heat of hydration is the heat generated when water react with Portland cement. അതായത് പോർട്ട്ലാൻഡ് സിമെൻറ്റും വെള്ളവും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എത്രമാത്രം ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുവോ അതിനെയാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി. Specific gravity is just a comparison between the weight of a volume of cement to the weight of same volume of water at a specified temperature. അതായത് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ, ഊഷ്മാവിൽ സിമൻറ്റിൻ്റെ വെയ്റ്റും അതുപോലെ തന്നെ സെയിം അളവ് വെള്ളത്തിൻ്റെ വെയ്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് എന്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമൻറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമൻറ്റ്. ഹിയർ വി സ്റ്റഡി ഓൺലി ദ നെയിംസ് ഓഫ്
different types of cement. First one, ordinary Portland cement. Ordinary Portland cement. Second one, rapid hardening cement. Rapid hardening cement. Third one, high alumina cement. High alumina cement. Fourth one, super sulfated cement. Super sulfated cement. Fifth one, sulfate resisting cement. Sulfate resisting cement. Sixth one, Portland slag cement. Portland slag cement. Seventh one, Portland Pusolana cement. Portland Pusolana cement. Eighth one, low heat cement. Low heat cement. Ninth one, quick setting cement. Quick setting cement. Tenth one, masonry cement. Masonry cement. 11th one, white and colored cement. White and colored cement. 12th, air endraining cement. Air endraining cement. 13th, calcium chloride cement. Calcium chloride cement. 14th, water repellent cement. Water repellent cement. 15th, waterproof cement. Waterproof cement. 16th, blast furnace slag cement. Blast furnace slag cement. ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കുള്ള നിരവധി സിമെൻറ്റുകളാണ് നമ്മൾ പേര് പഠിച്ചിരിക്കുന്നത്. ഒരു 16 തരത്തിലുള്ള സിമെൻറ്റുകളുടെ പേര് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു. അത് കുറച്ച് പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. കൂടുതൽ നിങ്ങൾ കേട്ടുള്ള പേരുകളായിരിക്കാം. ഇതിൽ ഒരുപാട് പേര് പല പല ആവശ്യങ്ങൾക്കുള്ള സിമെൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ പേരുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയുടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സിമെൻറ്റ് എന്ന് പറയുന്ന റോ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻറ്റിൻ്റെ പോർഷൻ ഇവിടെ